കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവര് വലിയ പ്രക്ഷോഭമൊക്കെ നടത്താൻ ഒരുങ്ങിയതാണ്. ആ പ്രക്ഷോഭം നടത്തുന്നതിൽ നിന്ന് പിന്നീട് പിൻവാങ്ങേണ്ടി വരുന്നു. ഇവരുടെ ഫണ്ടിങ് വെളിയിൽ നിന്നാണെന്ന് വരുന്നുണ്ട്. ഒരു വിഭാഗം പറയുന്നു, ഓ ഇനിയിപ്പോ ഒരു മോദി സർക്കാർ പറയും അത് സോറോസിന്റെ ഫണ്ടല്ലേ എന്നൊരു ആക്ഷേപം ഉന്നയിക്കുമെന്ന് പറയുന്നുണ്ട്. ഗവൺമെന്റ് ആണെങ്കിൽ വളരെ കൃത്യമായ നടപടി എടുക്കുന്നുണ്ട്. സത്യത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് എന്തായി തീരും? ബി.ജെ.പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് മാറുമോ? ഇത് പാർട്ടി എന്നുള്ളത് പേരിൽ മാത്രമേ ഉള്ളൂ. അത് പാർട്ടി ഒന്നുമല്ല. അവരുടെ പാർട്ടി എന്ന് CJP എഴുതി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് പാർട്ടി ഒന്നും ഇല്ലത്. പാർട്ടിയുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു വെറും കൂട്ടായ്മയാണ്. ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടായ്മ അല്ലേ? ഇൻസ്റ്റയിൽ വന്നൊരു കൂട്ടായ്മ എന്നുള്ളത് മാത്രമേ ഉള്ളത്. പക്ഷേ അവർക്കിത് കൂട്ടായ്മയ്ക്ക് ഇത്രയും ബലം കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള അവരുടെ വ്യവസ്ഥയാണ്. അവരുടെ വ്യവസ്ഥയിൽ എന്താണ്? നിങ്ങൾക്ക്, എനിക്കോ പ്രജതയ്ക്കോ ഇതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 11 മണിക്കൂറെങ്കിലും ഇതിനകത്തില് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 11 മണിക്കൂറോളം ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ നിരന്തരം ചിലച്ചുകൊണ്ടിരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് ഫോണിനകത്ത് ചിലയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലുമൊക്കെ കമന്റ്സുകളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാല് ഒരു ദിവസം 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങുന്ന സമയങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 3/4 സമയവും ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. അങ്ങനെയാണ് നമ്മളെ കുറിച്ച്, അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ 10-11 മണിക്കൂർ ഇതിനകത്ത് ആക്റ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയന്മാരോ ഇല്ലേ? അങ്ങനല്ലേ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? മടിയന്മാരെന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അഭിരമിക്കുന്ന ആളുകളെന്നോ ഒരു പ്രത്യേക തലച്ചോറുള്ള ആളുകൾ 11-12 മണിക്കൂർ ഇപ്പൊ ചെസ് കളിക്കാരൊക്കെ ഇരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇന്ത്യയെ അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ ചെസ് കളിയിലൊക്കെ നമ്മൾ ചില ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ സമയത്ത് റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യയെ കുറിച്ച് വന്നൊരു ഇമേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ചെസ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം നോക്കി ഒരു കരു നീക്കണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കണമായിരുന്നു. എതിരാളിയുടെ തന്ത്രം അറിഞ്ഞിട്ട് അയാളെ മറുകരു അയാളെ പുറത്തുനിന്ന് നീക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ മടിയന്മാരുടെ കളി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ മടിയന്മാർ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും ഈ കളി തീർന്നു വരുന്നതിനായിട്ട്. ചിലപ്പോ അതിലും ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. ചില ദിവസങ്ങളിലേക്ക് വരെ ആ കളി നീണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് അത്തരൊരു പരാമർശം ഉണ്ടായതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ കോക്രോച്ച്, നിങ്ങളെ ഇതിനെ പോലെ മടിയന്മാരോ അലസന്മാരോ അല്ലെങ്കിൽ തിരിച്ചു വരുന്നതോ അങ്ങനെയൊക്കെയുള്ള ജീവികളുടെ ഒരു ചേർത്തൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്. പക്ഷെ അത് തെറ്റായിപ്പോയി കേട്ടോ. തെറ്റായിപ്പോയി, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അഭ്യസ്തവിദ്യരായ യുവാക്കളാണ്. അവർ തൊഴിലിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. എന്തായാലും കൊള്ളാം. ഇതിനെ തുടർന്നാണ് ഈ പാർട്ടി രൂപീകരിക്കുന്നത്. CJP രൂപീകരിക്കുന്നത് അതിനെ തുടർന്നാണ്. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു. പക്ഷെ ഇവര് നേതാക്കന്മാരൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് എവിടെ നിന്നാണ്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരാരും ഇന്ത്യയിലില്ല. ഈ അഭിജിത്ത് വന്നിപ്പോ ഇന്ത്യയിലില്ല. അഭിജിത്ത് എന്ന് പറയുന്ന മറ്റേ ഇതിന്റെ ആപ്പിന്റെ ആം ആദ്മി പാർട്ടിയുടെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന നേതാവാണ്. അയാളാണിത് ഫോം ചെയ്തിരിക്കുന്നത്. കുറെ ഐക്കൺസും ബിംബങ്ങളും അത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയ കൗതുകം തോന്നും. കുട്ടികളൊക്കെ നമ്മൾ പറയുന്നത് ഓരോ ഗെയിം കളിക്കുന്നത് പോലെ കണ്ടു കഴിഞ്ഞാൽ വലിയ കൗതുകം തോന്നും. ചിലർ കൗതുകത്തിന് വേണ്ടി ഇതിനകത്തേക്ക് കയറുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലെന്നാണ് പറയുന്നത്. ഇതൊരു വെറും കൗതുക പാർട്ടിയല്ല. ഇതിന്റെ പുറകിൽ ഈ മില്യൺസിന്റെ ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികള്, ചെറുപ്പക്കാരും ഫോളോവേഴ്സും ഒക്കെ വന്നപ്പോഴാണ് ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കുന്ന അന്നേരമാണ്. അല്ലെങ്കിൽ സാധാരണ ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലെ ഇതിനെ അങ്ങ് അവർ വിട്ടേനെ. പക്ഷെ ഇത്രയും ഫോളോവേഴ്സ് വന്നപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് അതായത് ഒരു ദിവസം കൊണ്ട് 1.5 കോടി ആളുകളാണ് അതിലേക്ക് വന്നത്. അതെ, അതിന് 2 തരം വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ഇത് ഇന്ത്യക്കാരല്ല, വന്നത് പാകിസ്ഥാൻസാണ്, പാകിസ്ഥാനികളാണ് ഇതിൽ നല്ല ശതമാനം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ആണ് ഇതിന്റെ ഫോളോവേഴ്സ് കൂടുതലെന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ ഒരു വ്യാഖ്യാനം അതിനകത്തിലുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾ ഇന്ത്യക്കാരാണ് കൂടുതൽ. കണക്കേതാ ശരിയെന്നറിയത്തില്ല. എന്തായാലും ഇന്ത്യയിൽ നിന്നൊക്കെ ഇത്രയും വലിയ ഫോളോവേഴ്സ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിന്റെ പുറകിലൊക്കെ വരുമോ?
മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ഇവരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, എന്താണ് പരിപാടി എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ആദ്യം ഇവർ പറഞ്ഞു ബാംഗ്ലൂരിൽ ഞങ്ങൾ ചില പ്രകടനങ്ങളും ഇതൊക്കെ നടത്തിക്കളയും, അല്ലെങ്കിൽ മനുഷ്യ ചങ്ങല തീർക്കും എന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് ഇതൊക്കെ റിയൽ ആളുകളാണോ എന്നുള്ളത് തന്നെ വെളിപ്പെടണമല്ലോ. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആർക്കും ഏതൊക്കെ ഇതിനകത്തിലൊക്കെ കുറച്ച് കമന്റ്സും അഭിപ്രായമൊക്കെ പറയാം എന്നുള്ളതല്ലാതെ ഒരു കാര്യം വരുമ്പം മുന്നിൽ ഇറങ്ങാൻ, അതായത് തെരുവിലിറങ്ങാൻ, ഫിസിക്കൽ പ്രസൻസ് കാണിക്കാൻ ഇതിൽ എത്ര പേര് മുന്നോട്ട് വരും? അതാണ് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിച്ചത്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ബാംഗ്ലൂരിലേക്ക് ആളില്ല. ബാംഗ്ലൂരിൽ ഞങ്ങൾ മനുഷ്യച്ചങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് നടന്നേനെയല്ലോ. എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിലെ പരിപാടി നടക്കാതെ പോയത്? ആരും ധൈര്യപ്പെടത്തില്ല. ധൈര്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം. നമുക്ക് മറിഞ്ഞിരുന്നുകൊണ്ട് ഒളിയുദ്ധം, ഒളിപ്പോരെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നടത്താൻ വളരെ എളുപ്പമാണ്. നേരെ വന്ന് കാര്യം പറയാൻ ആളില്ലാതെ പോയി, അതുകൊണ്ടാണ് നടക്കാതിരുന്നത്. പിന്നെ ഇന്നിപ്പോ ആകെ കണ്ടൊരു കാഴ്ച പറഞ്ഞാൽ മധുരയെ കുറച്ച് ആളുകൾ, മധുരയില് ഈ തമിഴ് ബാനർ വർക്ക് എഴുതിപ്പിക്കുന്ന കുറച്ച് ആളുകൾ ഈ ഇതിന്റെ പേരിൽ, കോക്രോച്ച് പാർട്ടിയുടെ പേരിൽ പ്രതിഷേധിക്കുന്നത് കണ്ട. അതൊക്കെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇപ്പൊ ലക്ഷങ്ങൾ കോടികളെന്നൊക്കെ പറയുന്നതിനകത്ത് എത്ര ശതമാനം പേര് നോക്കുക. മധുരയെന്ന് നമ്മൾ കണ്ട ചിത്രത്തിൽ അങ്ങനെയാണ്. ഞാൻ കണ്ട ചിത്രത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പ്രതിഷേധിച്ചുകൊണ്ടിറങ്ങുന്നത്. പക്ഷെ ഗവൺമെന്റ് കർശനമാക്കുകയാണ്. വിദേശത്തിരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ മറ്റോ നടത്തി കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും ശരി, അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള കർശനമായ നടപടികൾ ഉണ്ടാകും. NIA അത് വാച്ച് ചെയ്യുന്നുണ്ട്. UAPA നിയമങ്ങളൊക്കെ അപ്ലൈ ചെയ്യാവുന്നതുമാണ്. അതൊക്കെ അപ്ലൈ ചെയ്താലേ വരുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. ഇവരൊക്കെ ചെറുപ്പക്കാരി കുട്ടികളാണ്. അതുകൊണ്ടാണ് ഈ അഭിജിത്തിന്റെയൊക്കെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ആശങ്കപ്പെടുന്നത് കണ്ടില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ കുറിച്ച് ആശങ്കയുണ്ട്, അവരുടെ സുരക്ഷത്തെ കുറിച്ച് പോലും അവർക്ക് ആശങ്കയുണ്ട്. കാരണം രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഭാഗത്തിരുന്ന് ചെയ്തേച്ച്, കാരണം രാജ്യപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഡിമാൻഡ് അങ്ങനെയാണ്. അവരാകെ കൂടെ നീറ്റ് പരീക്ഷയിൽ തുടർന്ന്, അതിന്റെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതൊരു ന്യായമായ ഡിമാൻഡാണ്. മറ്റ് 4 ഡിമാൻഡുകളും തനി രാഷ്ട്രീയമാണ്. ഒരു തരം ചിലത് ദേശവിരുദ്ധവുമായിട്ടുള്ള ചില ഡിമാൻഡുകളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ അത് അംഗീകരിക്കുന്നു, നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടത് അംഗീകരിക്കുന്നു, മറ്റ് ഡിമാൻഡുകളെ ഒന്നും അംഗീകരിക്കത്തില്ല. അതിനകത്തൊക്കെ വ്യക്തമായ രാഷ്ട്രീയ ചായ്വുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിരക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ വളരെ ആക്റ്റീവാണ്, ഞങ്ങളെ കോക്രോച്ചൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇവര് ഇപ്പൊ ഈ വെളിയിരുന്നുകൊണ്ട് നമ്മള് കരക്കിരുന്നുകൊണ്ട് വെള്ളം മുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ദൂരെ നിന്നുകൊണ്ട് ഇപ്പൊ നരേന്ദ്രമോദിയെ തകർത്ത് കളയുന്നൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ ഇവർ റോഡിലിറങ്ങി തെരുവിലിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര പേരുണ്ടാകും മുന്നിട്ടിറങ്ങാൻ. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നടപടികൾ, നമ്മുടെ നാടിന് ദോഷകരമായ കാര്യങ്ങൾ ചെയ്ത നടപടിയും ഉണ്ടാകും. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം പാറ്റകൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം.